ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മേക്കപ്പ് ലുക്കാണ്. ഏറ്റവും സിമ്പിൾ ഇൻ ദ സെൻസ് ഇതിലൊരു BB ക്രീമോ CC ക്രീമോ ഒന്നുമില്ല. ഏതൊരാൾക്കും ഈവൻ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും വിഷുവിനൊക്കെ പോകാൻ അല്ലെങ്കിൽ അങ്ങനത്തെ അത്രയും എന്താ പറയാ പ്രോഡക്ട്സ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വരെ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനെ പറ്റിയ സംഭവങ്ങളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുക ആൻഡ് മറക്കാണ്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വേഗം വീഡിയോയിലേക്ക് കിടക്കാൻ കൂടുതൽ വഷളാക്കാനില്ല. അപ്പോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വിഷു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ആൻഡ് അതിനായിട്ട് ഞാൻ ഓൾറെഡി ഇപ്പൊ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നത്. അപ്പൊ ഓൾറെഡി കുറച്ച് മേക്കപ്പ് ഉണ്ട്. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് പൗഡർ ഇട്ടു, ഐലൈനർ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു തക്കാളിയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഫേസ് ഇങ്ങനെ റബ്ബ് ചെയ്യാണ്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, വെറും തക്കാളി ഒരു പീസാക്കിയതാണ്. ഇത് നമ്മുടെ സ്കിൻ നന്നായി സോഫ്റ്റൻ ആക്കാനോ അതുപോലെ തന്നെ ലൈറ്റൻ ആക്കാനോ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ മുകളിലത്തെ ഭാഗം ഈ ഭാഗം ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം. വാഷ് ചെയ്ത ശേഷം ഞാനൊരു സാധാരണ തുണിയില് നമ്മുടെ ഐസ് ക്യൂബ്സ് അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാൻ പോവാണ്. അത് നമ്മുടെ ഫേസിലെ പോസിനെ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആവാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ടൊമാറ്റോന്റെ പാക്കായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വെക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് തൽക്കാലം ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്റെ മോയ്സ്ചറൈസർ ഒക്കെ തൃശ്ശൂരാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം നമ്മുടെ ബഞ്ചാരാസിന്റെ അലോവേറ ജെൽ കുറച്ചുണ്ട്, ഇതിൽ കുറച്ച് തന്നെ ഉള്ളൂ. അതെടുത്തിട്ട് ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്യാണ് ഫേസ്. അപ്പൊ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു മേക്കപ്പ് സെറ്റിൽ നിന്നും നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് എടുത്തിട്ട്, അതായത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ എന്തെങ്കിലും വാങ്ങിയത് മേക്കപ്പ് സെറ്റ് ആകുമ്പോൾ എല്ലാ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇതിൽ നിന്നും ഇതിന്റെ സ്പോഞ്ച് എന്റെ നിന്ന് മിസ്സായി. അപ്പൊ ഞാൻ നോർമൽ വെഗയുടെ ഒരു ബ്യൂട്ടി സ്പോഞ്ച് വാങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഫേസില് കോമ്പാക്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോർമൽ ടാൽക്കം പൗഡേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പൗഡറാണോ അത് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അതായത് ഒരു കോമ്പാക്ട് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഫൗണ്ടേഷനോ അതേപോലെ BB ക്രീമോ CC ക്രീമോ അവക ഒരു ഐറ്റംസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പല ലുക്ക് ആയതുകൊണ്ട് തന്നെ കൺസീലറോ അങ്ങനത്തെ അവക സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ജസ്റ്റ് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. ആൻഡ് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെബലൈൻ ബേബി ലിപ്സ് ആണ്. അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യട്ടെ. ഇനി ഈ മേക്കപ്പ് സെറ്റിലെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബ്രൗൺ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഐസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത്യാവശ്യം 2 ഐസും ഇങ്ങനെ ലിഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മുടെ കോമ്പാക്ടിന്റെ തന്നെ കുറച്ചൊരു ഗ്ലേസിംഗ് ഉള്ള ഷെയ്ഡ് കിട്ടും. അതിനെയാണ് ഞാനിവിടെ ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ബ്രോ ബോൺസും അതേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻസും മാത്രം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ കാണിക്കുന്നത്. കണ്ട, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഏരിയയും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്യണില്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടണം, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കണ്ടോ? ഓക്കെ, വെൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോസിന്റെ ബ്രിഡ്ജും അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഏറ്റവും മിനിമൽ ആൻഡ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് കേട്ടോ. കാരണം വേറെ ഒന്നും നമ്മള് ഫേസിലായിട്ട് യൂസ് ചെയ്യണില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐസ് ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാഗ്മയുടെ എന്താ പറയാ ഇൻസ്റ്റാ ലൈനർ ആണ്. അത് ഉപയോഗിച്ചിട്ട് ഐസ് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ആൻഡ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മസ്കാര അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇത് ഉപയോഗിച്ചിട്ട് താഴെ ഞാൻ കണ്ണെഴുതാൻ പോവാണ്. ഇനി ഐസും കൂടെ അതേപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് വരുന്നത്. ഞാൻ സിന്ദൂരം കൂടെ വെച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനിലേക്ക് പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യുക, ഓടി വരിക, അത്രേ ഉള്ളൂ. അപ്പൊ ഡ്രസ് ചെയ്ത ശേഷം ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചാൽ അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാം, ഏത് ഹോസ്റ്റലേഴ്സിനും ഏതൊരു ആൾക്കാർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇനി ബൈ ചാൻസ് നിങ്ങളുടെ കയ്യിൽ ഒരു മേക്കപ്പ് സെറ്റ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ പൗഡർ ഇട്ടിട്ട് ബ്ലഷിനും അതേപോലെ ഐ ഷാഡോയ്ക്കും ഒക്കെ പകരമായിട്ട് നിങ്ങളൊരു കുങ്കുമം വാങ്ങിക്കുക. ഒരു ചെറിയൊരു കുങ്കുമം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാം, എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ആൻഡ് ഹൈലൈറ്ററിന് പകരം നിങ്ങൾക്ക് പൗഡർ തന്നെ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാ സിമ്പിൾ മേക്കപ്പും കഴിയും. പിന്നെ ഒറ്റ ഐലൈനർ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾ ഇനി 150 രൂപ കൊടുത്ത് കാജലൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല നാടനായിട്ട് വരാം. ആൻഡ് അത് മാത്രമല്ല വേറെ സംഭവം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിരുന്ന് ഈ ഒരു ഷൂട്ടിന് വേണ്ടി അപ്പോ ഹസ്ബൻഡ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരാണെങ്കിൽ തന്നെ ഞാൻ അത് കൃഷ്ണനെ ചേർത്താന്ന് വിചാരിക്കുന്നത്. കണി ഒരുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ സക്സസ് ആവുകയാണെങ്കിൽ പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യും, ഉറപ്പില്ല, എന്തായാലും നോക്കട്ടെ. അപ്പൊ ഇന്ന് തന്നെ അത് ഷൂട്ട് ചെയ്തിട്ട് രണ്ടും അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. കണി ഒരുക്കുന്നതിന്റെ കൂടെ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ വേറെന്താ, ഇതിന്റെ കൂടെ അല്ല, 2 വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ തന്നെ കോർത്തുകൊണ്ടിരിക്കുന്ന ഈ മുല്ലപ്പൂ ഉപയോഗിച്ച് മുടിയൊക്കെ കെട്ടിട്ട് ഓടിയിരും. ഓക്കെ, തരാം. എന്തൊക്കെ പറഞ്ഞാലും സെറ്റ് സാരിയുടേതായ ഒരു പ്രൗഢിയും ആ ഒരു ലുക്കും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ വിഷു ആണ്, മേടമാസമാണ്. അപ്പൊ വിഷുവിന്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമുക്ക് വിഷുക്കണി ഇങ്ങനെ ഒരുക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഇതിന്റെ പുറകെ വരും. മുല്ലപ്പൂ ബാക്കിലേക്ക് വെറുതെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ഐറ്റം എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇവിടെ കെട്ടിവെച്ചേക്കാണ്. സോറി, പിന്നെയും കുറെ ജസ്റ്റ് വരുന്നുണ്ടല്ലേ. എനിവേസ്, ഞാൻ സാരിയിൽ 6 പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ്. ആൻഡ് ഇതിൽ ഞാൻ ആ ലിപ് ബാം പോയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈവൻ ലിപ്സ്റ്റിക് പോലും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെവി ഇയറിംഗ്സും അതേപോലെ തന്നെ ചെറിയൊരു കുറിയും വരച്ചു കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഞാൻ ചെയ്തത് മാത്രമാണ്. പിന്നെ നല്ല നമ്മുടെ നേരത്തെ ഞാൻ കുറച്ച് എന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിലുള്ള മുല്ലപ്പൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, സെറ്റ് സാരിയാണ് ഇത്, സെറ്റ് മുണ്ടല്ല. ആൻഡ് ഐ തിങ്ക് ഇതിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് എനിക്ക് കാണിക്കണമെന്നുണ്ട്, പക്ഷെ ആകെ ചുക്കി ചുളുങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോഴേ കാണിക്കുള്ളൂ, നോട്ട് ഷുവർ. പിന്നെന്താ, ഈ ബ്ലൗസ് 3 ഇയേഴ്സിനും എബോവ് ആയിട്ടുണ്ട്. ഞാൻ പണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എന്റെ ഓണം സെലിബ്രേഷന്റെ ഡ്രസ്സാണിത്. ഞാൻ തന്നെ വർക്ക് ചെയ്തതാണ് ഈ ഒരു സംഗതി. ഈ സംഭവം വാങ്ങിയത് നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള ഫെജിന്നാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഔട്ട്ഫിറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ആൻഡ് ഞാൻ ഇതിന്റെ കൂടുതൽ പിക്സ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം ലിങ്ക്. പിന്നെ വേറെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ലുക്കാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ വിഷുവിന്റെ അന്ന് ജസ്റ്റ് എനിക്ക് ഫോട്ടോസ് കമന്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ മെയിൽ ചെയ്ത് തരണം കേട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.